ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള് ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് സ്കൂളിൽ പഠിക്കാൻ ക്രിസ്ത്യൻ ഗവൺമെന്റ് നടത്തുന്ന സ്കൂളാണ്. അടുത്ത വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് പരാതി കിട്ടും. മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ നിർദ്ദേശം കൊടുത്ത് ഒരു അന്വേഷണം നടത്താൻ. അന്വേഷണം നടത്തിയപ്പോൾ സ്കൂളിന്റെ നടപടിക്രമങ്ങളൊന്നും ശരിയായ നടപടിക്രമങ്ങളല്ല എന്നുള്ള റിപ്പോർട്ടാണ്. ഇന്നിപ്പോ ടിവിയിൽ എഴുതി കാണിക്കുന്നു 8ാം ക്ലാസ്സിൽ ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് ടി.സി. വാങ്ങി പോകാൻ വേണ്ടി പോകുന്നു. ഞാൻ ഒരു കാര്യം മാനേജ്മെന്റിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആ മാനേജ്മെന്റ് ആയിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കേരള വിദ്യാഭ്യാസ നിയമം തമാശയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ ഓടുപത്ത് ഇറങ്ങി വന്ന ആളുമല്ല. രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് മന്ത്രിയായി ഇരിക്കുന്ന വ്യക്തിയാണ്. അതെല്ലാം വെല്ലുവിളിക്കുന്നതിന് മുന്നിട്ട് ശ്രമിച്ചാൽ ആ വെല്ലുവിളിയെ ആ നിലയിൽ തന്നെ നേരിടുന്നതിന് വേണ്ടിയുള്ള ശേഷിയുള്ള ആൾക്കാർ തന്നെയാണ് ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ശിരോവസ്ത്രം അണിയാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുക്കുന്ന ടീച്ചർ സിസ്റ്റർ അവർ അണിഞ്ഞിരിക്കുന്നത് ശിരോവസ്ത്രമാണ്. എന്ത് ന്യായമാണ് ഈ കാര്യത്തിൽ? ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല ന്യായമല്ല.